കുട്ടിയുടെ ജനനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് തോന്നും അതൊരു ചെറിയ കാര്യമാണെന്ന്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ കണ്ടീഷനിലൂടെ ആയിരിക്കും മിക്കപ്പോഴും, അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷനിലേക്ക് മിക്കപ്പോഴും പ്രസവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് അമ്മമാർ കടന്നു പോകുന്നത്. ചിലപ്പോൾ അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് വരെ ആപത്തായി മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ വകുപ്പിലും അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തും ഒക്കെയും അങ്ങനെയുള്ള പാകപ്പിഴകൾ പലതും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിൽ തന്നെ പ്രസവിച്ച യുവതിയുടെയും ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഒരു പരാതിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ആ വീട്ടിൽ പ്രസവിച്ച ആ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. പൗർണമി വാർത്ത കേട്ടിരുന്നോ? വാർത്ത കേട്ടിരുന്നു. അതായത് ഇപ്പം ശാരിക പറഞ്ഞതുപോലെ വീട്ടിൽ പ്രസവിച്ചത് കൊണ്ട് ആരോഗ്യവകുപ്പിന് എങ്ങനെ ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കാനാകും എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. ഇപ്പം അവർ പറയുന്ന അവരുടെ വശങ്ങളാണ്. അതായത് ഈ ആരോഗ്യ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ, അപ്പം സ്വാഭാവികമായിട്ടും ഈ അംഗനവാടി വഴിയാണ് ആശാവർക്കർമാരൊക്കെ ത്രൂ ആണ് ഈ ഗർഭിണിയായതിനു ശേഷമുള്ള അല്ലെങ്കിൽ ഒരു ബുക്ക് അവിടെ കൊടുക്കും. അപ്പം അതിനകത്ത് മറ്റൊന്നുമല്ല, അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ശരിയാണ്, അതൊക്കെ നല്ലതാണ്. ഇപ്പം അവർക്ക് ആവശ്യമായ ഒരു പിടി പയറ്, ഒരു 1 ലിറ്ററിന്റെ കുപ്പിയുണ്ട്, അതിന്റെ കാലിൽ ഒരു ഭാഗം എണ്ണ, കുറച്ച് കടല, ഇങ്ങനെയൊക്കെയുള്ള സാധനം, അതായത് ഗർഭിണിക്ക് മാത്രം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ. പിന്നെ കുറച്ച് എന്തൊക്കെയോ ഗോതമ്പ് പോലത്തെ പൊടികൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ഈ അമ്മയുടെ ഓരോ ചെക്കപ്പിനും ശേഷമുണ്ട് അല്ലെങ്കിൽ ഓരോ ആഴ്ച വയസ്സുള്ള വെയിറ്റ്, അതുപോലെ സ്കാൻ ചെയ്തപ്പോഴുള്ള ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഈ അപ്ഡേഷൻ നടത്താനുള്ള ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഫാമിലി അല്ലെങ്കിൽ ഈ കുടുംബം, ഈ യുവതിയുടെ ഭർത്താവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവര് വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒന്നും അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് അവർ കഴിച്ചോളാം, അല്ലെങ്കിൽ അത് അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. അപ്പോൾ അത് നിർബന്ധമായിരുന്നു എന്നുള്ളത് അവർക്ക് അറിഞ്ഞിരുന്നില്ല എന്നാണ് അവർ. അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമാണ്, അതായത് സംഭവിച്ചത് നവംബർ 2-നാണ് ഈ കുഞ്ഞ് ഉണ്ടായത്. ഒക്ടോബർ 28, 2024 അഡ്മിഷൻ ഡേറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നത്. ഈ ദിവസം അവർ അഡ്മിറ്റ് ആവാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. പക്ഷേ ഡെലിവറിക്ക് ഉള്ള ഒരു പെയിൻ ഒന്നും, ഒരു പ്രസവ വേദന ഒന്നും അനുഭവപ്പെടാത്തതിനെ തുടർന്ന് നെക്സ്റ്റ് ഘട്ടം ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വേദന വരാൻ വേണ്ടി അല്ലെങ്കിൽ പെയിൻ വരാൻ വേണ്ടി മരുന്ന് കൊടുക്കുകയാണ്. നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, അത് വളരെ നോർമലാണ്. എന്തോ അവർക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നത് കൊണ്ട് അവർ വിചാരിച്ചു, അവരത് നിഷേധിച്ചു. അങ്ങനെ പെയിൻ വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് തിരികെ വരാമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ അവർ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒക്ടോബർ 28 ശേഷം 29, 30, നവംബർ 1 ഈ ദിവസങ്ങളെല്ലാം കടന്നുപോയി. നവംബർ 2 ഈ പറയുന്ന യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നു. അവർ പറയുന്നതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടെന്ന് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു പെയിനോ അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യവും അല്ല ഈ പ്രസവിക്കുക അല്ലെങ്കിൽ പ്രസവ വേദന വരുമ്പോൾ. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല, ആരുടെയും, ഒരു സ്ത്രീയുടെയും അല്ലെങ്കിൽ ഒരു പുരുഷന്റെയും ഒരു ഡോക്ടർമാരുടെയും കയ്യിൽ ഉള്ള കാര്യമല്ല അത്. അവർക്ക് നോർമലി ആ സമയത്ത് പെയിൻ വന്നു, നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ കുഞ്ഞ് പുറത്ത് വന്നു പോയി. അവിടെ ആർക്കും ഒന്നും ചെയ്യാനില്ല, വരരുതെന്ന് പറയാനോ പിടിച്ചു വെക്കാനോ തടയാനോ ഒന്നും പറ്റില്ല. പിന്നെ അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ അവരുടെ ആണെങ്കിലും മറ്റുള്ള ആരുടെ ആണെങ്കിലും മുന്നിലുള്ളൂ. അതുതന്നെ ആ ഭർത്താവും ആ സമയത്ത് ഭാര്യയുടെ ഒപ്പം നിന്നു. അതിനുശേഷം ഉള്ളിയെ കൊണ്ട് ഈ ഒരു ടെക്നിക്കൽ സൈഡോ മെഡിക്കൽ സൈഡോ ഒന്നും അറിയാത്തൊരു വ്യക്തി ആയിരിക്കണം. അദ്ദേഹത്തിന് പറ്റുന്നത് പോലെ ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പോൾ പലർക്ക് പല രീതിയാണ്. ചിലർക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡെലിവറി ആയിരിക്കും, ഇപ്പോൾ ശാരിക മുൻപ് സൂചിപ്പിച്ചതുപോലെ. ചിലർക്ക് വളരെ പെട്ടെന്ന് അധിക സമയം ഡെലിവറി പെയിൻ പോലും ഉണ്ടായെന്ന് വരില്ല. ചിലർക്ക് ഒരു ദിവസം മുഴുവൻ പെയിനിന് ശേഷമായിരിക്കും, അല്ലെ കുറേ അധികം മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും ഡെലിവറി നടക്കുക. അപ്പോൾ ഇവിടെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞ് പുറത്തു വന്നു. സ്വാഭാവികമായിട്ടും അവർക്കും ആശുപത്രിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പോയിന്റിൽ അങ്ങനെ പോകാനുള്ളൊരു സാഹചര്യമോ സമയമോ സന്ദർഭമോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. കുഞ്ഞിനെ അവിടെ വെച്ച് പ്രസവിക്കേണ്ടി വന്നു. പ്രസവിച്ചു ശേഷം കുഞ്ഞിനെ അമ്മയായിട്ട് അവർ ഹോസ്പിറ്റലിൽ ചെന്നു. അല്ലാതെ മറച്ചു വെക്കുകയോ മാറ്റി നിർത്തുകയോ ഒന്നും അവർ ചെയ്തില്ല. അതിനുശേഷം ജനന സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്കാർ പോർട്ടലായ, ഗവൺമെന്റ് അംഗീകരിക്കുന്ന പോർട്ടലായ കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നു. അതിനുള്ള തെളിവുകളും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കുഞ്ഞ് ജനിച്ച് ഇത്രയും മാസങ്ങളായിട്ടും അതിന് ജനന സർട്ടിഫിക്കറ്റ് നേടിയിട്ടില്ല. ആ കുഞ്ഞിനെ അവരൊന്നും ചെയ്തിട്ടില്ല. അവരുടെ കയ്യിൽ ഇപ്പോഴും ഒരു പൊന്നുപോലെ നോക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ കൈ വെച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ അവർക്ക് ആ കുഞ്ഞിനെ ഹാം ചെയ്യുന്ന രീതിയിൽ, അല്ലെ കുഞ്ഞിനെ നശിപ്പിക്കണം, അല്ലെ കുഞ്ഞിനെ ഉപദ്രവിക്കണം, കുഞ്ഞിന് എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കണം എന്നുള്ള ഇന്റൻഷനിലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിപ്പോഴും സുരക്ഷിതമായിട്ട് അവരുടെ കൈകളിൽ ഇരിക്കില്ലായിരുന്നു. അവർ അതിന് ജനന സർട്ടിഫിക്കറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കില്ലായിരുന്നു, അല്ലേ ശരിക്കും? അവരെ സംസാരിച്ചിടത്തോളം അവർ വളരെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള, വളരെ
ഈ അത്യാവശ്യം നോളജബിൾ ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫാണെന്നാണ് എനിക്കും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ആക്ച്വലി നമ്മുടെ ആരോഗ്യ കേരളം ഇതിനെക്കുറിച്ച് ഇത്രയും ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ മാസങ്ങൾ, അതായത് ഡിസംബർ മാസത്തിന് മുൻപ് 2024 നടന്ന ശിശു മരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴ വനിതാ വിഭാഗം ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പ്രസവത്തോടനുബന്ധിച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെടുകയുണ്ടായി. അതിന് ഭയങ്കര ബഹളങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവർക്ക് നഷ്ടപ്പെടേണ്ടവർക്ക് നഷ്ടപ്പെട്ടു, എന്നാലും ഒരുപാട് പ്രതീക്ഷകളോടെ 9 മാസം ചുമന്ന് നമ്മൾ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനങ്ങളുണ്ടെന്ന് കരുതുന്ന സർക്കാർ ഹോസ്പിറ്റലുകളിൽ അങ്ങോട്ട് പ്രസവിക്കാനായി ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സേഫായിട്ട് കുഞ്ഞിനെ ഇപ്പോൾ കയ്യിലോട്ട് കിട്ടും. പക്ഷേ അങ്ങനെ അല്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ആലപ്പുഴ വനിതാ വിഭാഗം അല്ലെങ്കിൽ ആലപ്പുഴ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇത് ആലപ്പുഴയിൽ മാത്രമല്ല, പല ഹോസ്പിറ്റലിലും നടന്നിട്ടുണ്ട്. ഞാനെന്ന വ്യക്തി, അതായത് ഞാൻ എന്ന വ്യക്തി എൻ്റെ പ്രസവവും ഈ പറയുന്ന പോലെ വളരെ ക്രിട്ടിക്കലായിരുന്ന, ഞാൻ ഒരുപാട് സ്വയം ശപിച്ചുപോയ നിമിഷങ്ങളായിരുന്നു ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. എനിക്കുണ്ടായ കുറേ ദുരനുഭവങ്ങൾ. അത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഒരു സ്ത്രീ അവിടെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യ സംവിധാനത്തിൻ്റെ മികവെന്നും പറഞ്ഞ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കും ഒരു അർഹതയും ആരോഗ്യവകുപ്പിന്, കേരളത്തിലെ ആരോഗ്യവകുപ്പിന് ഇല്ലെന്ന് തന്നെ. പ്രത്യേകിച്ചും ഗർഭിണികളുടെ കാര്യത്തിൽ ഞാൻ ആ വീഡിയോ മറ്റൊരു ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ്, മറ്റൊരു ചാനൽ ഇതുപോലൊരു സംവാദത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റുകൾ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒറ്റപ്പെട്ട മെഡിക്കൽ കോളേജല്ല, കോട്ടയം, കോഴിക്കോട് അങ്ങനെയുള്ള സകല മെഡിക്കൽ കോളേജുകളിലും ജനറൽ ഹോസ്പിറ്റലുകളിലും ഗർഭിണികളുടെ അവസ്ഥ, ഗർഭിണി അല്ലെങ്കിൽ പ്രസവ വാർഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കാലിത്തൊഴുത്തിനേക്കാളും പരിതാപകരമാണെന്ന് ആ കമൻറ്റുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കാരണം ഞാൻ ആസ് എ ലൈവ് അതിൻ്റെ ഒരു രക്തസാക്ഷി എന്ന് തന്നെ പറയേണ്ടി വരും പൗർണമി. കാരണം അത്രയ്ക്ക് വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിലാണ് എൻ്റെ പ്രസവം നടന്നത്. പ്രസവമല്ല, എനിക്ക് സിസേറിയൻ ആയിരുന്നു. പക്ഷേ എന്നെ കൊണ്ടിട്ടിരുന്ന ആ ഒരു റൂമെന്ന് പറയുന്നത് അതിവൃത്തികെട്ട, ഈ പറയുന്ന പോലെ ജൂനിയർ ഡോക്ടർമാർക്ക് കാഴ്ച വസ്തുക്കളായിട്ട് കുറച്ച് പട്ടി പ്രസവിക്കാൻ കിടക്കത്തില്ല, അതിനുപോലും ഇതിനേക്കാളും മാന്യത കൊടുക്കുന്ന തരത്തിലാണ് എനിക്ക് തോന്നുന്നു ഉണ്ടാവുക. അത്രയ്ക്ക് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഓരോ ഗർഭിണിയും ആലപ്പുഴ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അവരുടെ വീട്ടിൽ പ്രസവിക്കാൻ അവർക്ക് ഒരു സാഹചര്യം, ദൈവവും സിറ്റുവേഷനും കൊടുത്തെങ്കിൽ അതിനൊരു തെറ്റും പറയാനില്ല. ആ കുഞ്ഞിനൊരു കുഴപ്പമില്ല. ഇപ്പോഴും ആ കുഞ്ഞിന് പിന്നെ ചെയ്തതെന്ന് പറയാനായിട്ട് ആ കുട്ടിയുടെ പൊക്കിൾക്കൊടി മുറിച്ചു. അത് അയാൾ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള മനുഷ്യനല്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കത്തികളും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം സാധാരണ ഒരു ബ്ലേഡ് വെച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മുറിച്ചെടുത്തു. പിന്നെ വലിയ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലായിട്ടുള്ള ബ്ലീഡിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുമല്ലോ. ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ, ബസ്സിൽ പോയപ്പോൾ യുവതി പ്രസവിച്ചു, കാറിൽ നിന്ന് പ്രസവിച്ചു, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ പ്രസവിച്ചു. സാഹചര്യങ്ങൾ ഉണ്ടാവാം, അത് തന്നെ വീട്ടിലായി പോയെന്നേ ഉള്ളൂ. അങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ, KSRTC ബസ്സിൽ പ്രസവിച്ച കുട്ടികളുണ്ട്, ഫ്ലൈറ്റിൽ പ്രസവിച്ച കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും ഇവർ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ലേ? അതെന്ത് ന്യായമാണ്? സ്വന്തം വീട്ടിലല്ലേ അവർ പ്രസവിച്ച. അതിപ്പം ഇവര് ആശുപത്രിയിൽ നിന്ന് ഒന്നും തിരസ്കരിച്ചിട്ട് പോയല്ലോ, മരുന്ന് വേണ്ട, അല്ലെങ്കിൽ മരുന്ന് വെച്ച് ഡെലിവറി വേണ്ട, ഞങ്ങള് പെയിൻ വരുമ്പോൾ വരാം. ഒരു പക്ഷേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ദമ്പതികളാണ്, നാച്ചുറൽ ആയിട്ട് ചിന്തിക്കുന്ന. അക്വാപഞ്ചർ എന്ന് പറയുമ്പോൾ കുറെ കൂടെ നാച്ചുറാലിറ്റി സംഭവങ്ങൾ ചെയ്യുന്ന ഒരാൾക്കാരാണെന്നാണ് അവർ പറയുന്നത്. ഒരു അക്വാപഞ്ചർ പ്രൊഫഷണൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർ 4 വർഷമായിട്ട് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല. മരുന്നുകൾ കഴിക്കാത്തവരെ നമ്മൾ അത്ഭുത ജീവികളായിട്ട് കണക്കാക്കും. കാരണം നിസ്സാരം തലവേദന വന്നാലും ഡോളർ എടുത്ത് വിഴുങ്ങുന്ന സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നും. പണ്ടത്തെ കാലത്തെ ജനറേഷൻ, നമുക്കൊക്കെ ഒരു 5 ജനറേഷൻ മുമ്പ് നോക്കുകയാണെങ്കിൽ അവർ മരുന്ന് കഴിച്ചിരുന്നില്ല. അവർ പനി വന്നാലും ഈ പറയുന്ന പോലെ വെള്ളം, തുളസി ഇലയിട്ട വെള്ളം പുട്ടുവടത്തിൽ ആവി പിടിച്ചും, വേണമെങ്കിൽ ഇച്ചിരി മറ്റേ കാപ്പി, നമ്മുടെ എന്താണ് കുരുമുളക് പൊടി ഇട്ട് കാപ്പി തിളപ്പിച്ചും ഒക്കെ, ചക്കര കാപ്പിയൊക്കെ കുടിച്ചും ഒക്കെ അവരവരുടെ ഈ പറയുന്ന പനി മാറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരുന്നു. ഈ പറയുന്ന പോലെ വീടുകളിൽ തന്നെയല്ലേ ഒരു കാലത്ത് പ്രസവം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ജീവിത രീതികൾ മാറി, ടെക്നോളജി മാറി, അല്ലെ ആശുപത്രികളുടെ എണ്ണം കൂടി, ഡോക്ടേഴ്സിന്റെ എണ്ണം കൂടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാലത്തിനനുസരിച്ച് എല്ലാം മാറണം എന്ന് പറയുന്നത്. ആ മാറ്റം ആളുകൾ അംഗീകരിച്ചതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഹോസ്പിറ്റലാവുന്നു. പക്ഷെ ഇത് ഇവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ മനഃപൂർവ്വം ഹോസ്പിറ്റലിൽ പോവാതിരുന്നതല്ല. കുഞ്ഞിനൊരു കുഴപ്പമില്ല, അവർ മറുപടി പറയണം, അവർ അന്വേഷിക്കൂ. അവർ പറയുന്നുള്ളൂ അവരച്ഛനും എങ്ങും പോയിട്ടില്ല. അവർ ആ കുഞ്ഞിനെ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും ആ കുഞ്ഞ് അവരുടെ ചേർന്ന് കിടപ്പുണ്ട്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അവർ പ്രസവിച്ചു. ആ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ആ കുഞ്ഞിന്റെ അച്ഛൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് അവർ പരിശോധിക്കാത്ത? എന്താണ്? 4 മാസം കഴിഞ്ഞില്ലേ? പരിശോധിക്കാനാണെങ്കിൽ 1 മാസം കഴിയുമ്പോൾ തന്നെ അവർക്ക് ചെല്ലാം. വേണ്ട, ഒരു ദിവസം കഴിയുമ്പോൾ ചെല്ലാലോ കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ച്. ആ കുഞ്ഞ് കൃത്യമായ ആരോഗ്യവാനായിരിക്കും, ആരോഗ്യവതിയായിരിക്കാം. ഇതൊക്കെ അന്വേഷിക്കാനുള്ള ചുമതല ആരോഗ്യവകുപ്പിനുണ്ടായിരുന്നു. അവരിത് കൊടുത്തിട്ടില്ല. പക്ഷേ അവരുടെ മൗലികാവകാശം, ആ കുഞ്ഞിന്റെ മൗലികാവകാശമാണ് ഇന്ന രാജ്യത്ത് ജനിച്ചു എന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് കൊടുക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ധ്വംസനമാണെന്ന് അവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല.
അല്ലേ? കാരണം ഞാൻ ഈ ചോദിക്കുന്ന പോലെ ആരോഗ്യത്തിന് എന്ത് മേന്മയാണുള്ളത്? ഒരു കുഞ്ഞിനെ പോലും ഈ പറയുന്ന പോലെ രക്ഷപ്പെടുത്തി, ഒരു കുഞ്ഞിനെ പോലും കൊല്ലാതെ, അല്ലെങ്കിൽ ഒരു ഗർഭിണി പോലും മരിക്കാത്ത നാടൊന്നും അല്ല നമ്മുടേത്. അവർ വീട്ടിൽ കിടന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് വരെ ഈ ഹോസ്പിറ്റൽ ഫ്ലറിഷ് ആയതിനു ശേഷം ഒരു ഗർഭിണി പോലും വീട്ടിൽ, ഈ പറഞ്ഞ വളരെ എക്സെപ്ഷണൽ കേസുകളാണ് വീട്ടിൽ പ്രസവിച്ചിട്ടുണ്ടാവുക. വീട്ടിൽ പ്രസവിച്ച് ആരും മരിച്ച റിപ്പോർട്ടുകളൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല. പക്ഷേ ആ ഹോസ്പിറ്റലിൽ വന്ന് ഒരുപാട് ഗർഭിണികൾ, പൂർണ്ണ ഗർഭിണികളും അല്ലാതെ അനാസ്ഥ കൊണ്ട് ഒരുപാട് ഗർഭിണികൾ വർഷക്കണക്കിന്, മാസക്കണക്കിന്, ദിവസക്കണക്കിന് മരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്, കേരളം പ്രത്യേകിച്ച്. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ മേന്മയൊന്നും ഇവിടെ പറയാതിരിക്കുന്നതല്ലേ പൗർണമി എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് അവനവൻ്റെ പല്ലടയിലെ ആ അഴുക്കെടുത്ത് സ്വയം മണപ്പിച്ച് ആ ദുർഗന്ധം മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നത് നല്ലത്? ആ പാവങ്ങൾക്ക് അവരുടെ ഈ പറയുന്ന പോലെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതല്ലേ നല്ലത്? അല്ലെങ്കിൽ നമുക്ക് അത്രയും മേന്മ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പറയുന്ന പോലെ അത്രയ്ക്കും കെടുകാര്യസ്ഥത ഇല്ലാത്ത, അല്ല കാര്യക്ഷമമായി നടന്നു പോകുന്ന ഒരു ആരോഗ്യ, ഞാൻ പറയുന്നത് മറ്റ് ആരോഗ്യ ഇതിനെ കുറിച്ചല്ല, മറ്റു രോഗങ്ങൾ ശരിയാണ്, ക്യാൻസറിനും മറ്റിനൊക്കെ നമ്മൾ ചികിത്സകൾ കൊടുക്കുന്നു, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ പ്രസവത്തിന്റെ കാര്യത്തിൽ, അമ്മമാരുടെ കാര്യത്തിൽ, അവരെ നോക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് അമ്പേ പരാജയം തന്നെയാണെന്ന് ഞാൻ പറയേണ്ടത്. കാരണം ഈ ആശമാരെ വെച്ചും വീട്ടിൽ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതല്ല. ഒരു പ്രസവിക്കാൻ ഒരു സ്ത്രീ ഒരു ഹോസ്പിറ്റലിലേക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ അവൾ മോർച്ചറിയേക്കാളും മാരകമായിട്ടുള്ള സ്ഥലത്തേക്കാണ് ചെല്ലുന്നതിന്റെ സാക്ഷിയാണ് ഞാൻ, നേർസാക്ഷിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, വീട്ടിൽ പ്രസവിച്ചെന്നതിൻ്റെ ഒറ്റ പേരിൽ ആ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും.